ആണല്ലോ സാറേ, ഞാൻ ഇത്രയും കാര്യങ്ങൾ സാറിനോട് തുറന്നു പറഞ്ഞിട്ട് എന്നെ വെറും ഇതാക്കിയ പോലെ ആയിപ്പോ. എനിക്കൊരു ഭയങ്കര ഒരു വിഷമം പോലെ തോന്നുന്നു സാറേ. എന്ത് പറ്റി? ഞാൻ എന്താ അറിയാവോ, ഞാൻ സാറിനോട് പറഞ്ഞതറിയാം, ഞാൻ 1,00,000 രൂപ ഇടാന്ന് ഞാൻ സാറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാതെ 10,000 ഇടാൻ. എനിക്ക് നിങ്ങളുടെ ആ വ്യക്തിത്വം ഇഷ്ടപ്പെട്ടോണ്ടാ ഞാൻ പറഞ്ഞത്. ഞാൻ സാറിനോട് സാറേ, 1 രൂപ ഇടുന്നവരുണ്ട്, 100 ഇടുന്നവരുണ്ട്, 500 ഇടുന്നവരുണ്ട്, 1000 ഇടുന്നവരുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ സാറിന്? സാറിന് 100 രൂപ ഇട്ടപ്പോ എനിക്ക് അത്ര വില സാറ് തന്നുള്ളൂ. എനിക്കൊരു വല്ലാത്തൊരു സങ്കടം പോലെ സാറേ, സത്യം പറയണേ. ഞാൻ എനിക്കൊരു വല്ലാത്തൊരു വിഷമം പോലെ. എന്നെ അല്ല, ഞാൻ പറഞ്ഞതല്ല സാറേ, ഞാൻ പറഞ്ഞത് സാറിൽ ഞാൻ റെസ്പെക്ട് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. സാറിന് ഞാൻ 1,00,000 ഇടത്തില്ലെന്ന് എന്തെങ്കിലും തോന്നലുണ്ടോ സാറിന്? അതായത് നിങ്ങള് രാജൻ മാസ്ക് എന്ന് പറയുന്ന ഫിലിമിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ? അതെ. പ്രതിഭ സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത്. അത് തന്നെ. അതിനകത്ത് ഇനിയിപ്പോ എന്താണ് വിശ്വാസത്തിന്റെ കുറവ്? നിങ്ങൾ എന്നോട് അല്ല, സാറിന് എന്നെ വിശ്വാസം ഇല്ലാത്ത പോലെ സാറിന്റെ പറച്ചിലിട്ട് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ ആ 100 രൂപ വേണേ സാറിന് തിരിച്ചിട്ട് തന്നേക്കാം. എനിക്ക് 100 രൂപ നിങ്ങൾ തിരിച്ചിടുവോ തിരിച്ചിടാതിരിക്കുവോ എന്നുള്ളതല്ല. നിങ്ങൾ എന്നെ വിളിച്ചിട്ട് 100 രൂപ ഇടാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 100 രൂപ ഇട്ട് തന്നു. സാറേ, 100 എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്നോട് പറഞ്ഞത് 50 100 ഇടാനാണ് പറഞ്ഞത്. സാറേ, 100 എന്ന് പറയുമ്പോ സാറ് എനിക്ക് എന്ത് വില തന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് സാറിന്. എനിക്ക് എന്ത് വിലയാണ് സാർ തന്നത്? വിലയുടെ ആവശ്യമോ വില തരേണ്ട ആവശ്യമോ ഒന്നുമില്ല. നിങ്ങൾ എന്നോട് പറഞ്ഞു ഗൂഗിൾ നമുക്ക് ഒന്നിച്ച് ഒരു സിനിമ ചെയ്യണം, അതിന് സാറിന്റെ ധൈര്യവും നിങ്ങളുടെ കൊറിയൻ സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞ ഡയലോഗും എന്നെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിച്ച്. അല്ല, എന്നോട് പറഞ്ഞു നിങ്ങൾ 50 100 ഇടൂ, എനിക്ക് അതിന്റെ അകത്ത് ഹായ് ഇട്ടിട്ട് അപ്പൊ സാർ എന്താ ചെയ്യേണ്ടത്? 100 രൂപ ഇട്ടു. ഞാൻ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചു. അപ്പം ഞാൻ പറയുന്നതാണോ സാർ അനുസരിക്കേണ്ടത്? നിങ്ങളൊക്കെ പറഞ്ഞതിന്റെ അകത്ത് ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ലേ? ഒരു ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് 50 100 ഇടൂ, എനിക്ക് എന്നാലേ മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നത്. സാറേ, ഞാൻ 50 100 എന്ന് പറയുമ്പോ സാറ് ചെയ്യേണ്ടത് 5000 10,000 അല്ലേ ഇടേണ്ടതെന്ന് ഞാൻ ചോദിച്ചത്. അല്ലെ, ഒരു 1000 എങ്കിലും ഇടണ്ടേ സാറ്? വേണോ വേണ്ടേ? അതിന്റെ ആവശ്യം നിലവിലില്ല സാറേ. ഞാൻ 100 സാറ് തിരിച്ചിട്ട് എന്നെ വിശ്വാസം ഇല്ലാത്ത പോലെ സാർ സംസാരിക്കുന്നത്. എനിക്ക് 100 രൂപ നിങ്ങൾ തിരിച്ചിടുവോ തിരിച്ചിടാതിരിക്കോ നിങ്ങളുടെ കാര്യം. പക്ഷെ നിങ്ങൾ വിളിച്ചതിന്റെ സ്രോതസ്സും നിങ്ങൾ വിളിച്ചതിന്റെ ആവശ്യകതയും എല്ലാം മനസ്സിലാക്കാതിരിക്കാൻ ഞാനൊരു പൊട്ടനല്ല. അല്ല, മനസ്സിലായോ? ഇങ്ങോട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തതില്ലേ? ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എന്റെ വിശ്വാസം ഇല്ലാണ്ടല്ലേ സാറ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത്? എടോ, നിങ്ങൾ വിളിക്കുമ്പോ തന്നെ എന്റെ ഫോണിന്റെ അകത്ത് എവരി ഡീറ്റെയിൽസ് വരും. ഒരാൾ എന്നെ വിളിക്കുമ്പോ അങ്ങനെയാണ് എന്റെ ഫോൺ സിസ്റ്റം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്നും ഇല്ലെങ്കിലും ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറും കൂടെ അല്ലേ. എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് നേരിട്ടൊന്ന് മീറ്റ് ചെയ്തൊരു സിനിമ ചെയ്താലോ? എനിക്ക് താല്പര്യമില്ല. അതെന്താ സാർ അങ്ങനെ പറയുന്നത്? നിങ്ങളുള്ള വിശ്വാസം കൊണ്ട്, നിങ്ങളുടെ FB പോസ്റ്റ് കണ്ട് നിങ്ങൾ എന്നെ ഊക്കാൻ വിളിച്ചതാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ട് തന്നെയാണ് ഞാൻ 100 രൂപ അങ്ങോട്ട് ഇട്ട് തന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ അവാർഡ് കിട്ടിയ മേക്കപ്പ്മാനാണ്, നിങ്ങൾ പ്രതിഭ സിനിമ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സായികുമാറിന്റെ കൂട്ടത്തിൽ നിന്നിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവരി ഡേറ്റാസ് നിങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് ഗൂഗിൾ പറഞ്ഞു തന്നല്ലേ? അല്ലാണ്ട് ഞാൻ പറഞ്ഞല്ലോ. ഇത് നിങ്ങൾ ഗൂഗിളിനെ വിശ്വസിച്ചാണ് സാറ് പെരുമാറുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ ഗൂഗിളിനെ വിശ്വസിച്ചാണ് പെരുമാറുന്നതെങ്കിൽ നിങ്ങൾ എന്നോട് വിളിച്ചിട്ട് നിങ്ങൾ നാടകത്തിന് മേക്കപ്പ് ഇടുന്ന ആളാണ്, മറ്റേ ചെയ്യുന്നുണ്ട്, ബാലയ്ക്ക് ചെയ്യുന്നുണ്ട്, നാടകത്തിന് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ എന്താണെന്നറിയാമോ? സിനിമയിൽ ഇവന്റെ നമ്പരിൽ നിന്ന് വിളിച്ചോണ്ട് നിങ്ങൾ ഈ നമ്പറിന്റെ ഡീറ്റെയിൽസ് മൊത്തം എടുത്തിട്ടാണ് നിങ്ങൾ പറയുന്നത്. ഈ ഫോൺ നമ്പർ വെച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അല്ല, ആ ഫോൺ നമ്പറിന്റെ അകത്ത് നിങ്ങൾ വിളിക്കുമ്പോ തന്നെ എനിക്ക് ഡീറ്റെയിൽസ് എല്ലാം വരുമെന്ന്. ഇപ്പൊ എല്ലാ ഫോണിലും വരികയല്ലേ, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ട്രൂ കോളർ ഉള്ളവർക്ക് എല്ലാം. ഞാൻ പറഞ്ഞ അതല്ല. നിങ്ങൾക്ക് എന്റെ വാക്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് മീറ്റ് ചെയ്ത് ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞ് നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? എനിക്ക് സിനിമ ചെയ്യട്ടെ. നിങ്ങളോട് താല്പര്യമില്ലാത്തത് കൊണ്ട്. കാര്യം നിങ്ങൾ വിളിച്ചിട്ട് എന്താ പറയേണ്ടത്? നിങ്ങളൊരു മേക്കപ്പ് മാനാണ്, ഞാൻ പ്രതിഭ എന്ന് പറയുന്ന. ഞാൻ എന്താ പിന്നെ പറഞ്ഞു? ഞാൻ പ്രൊഡ്യൂസർ എന്നാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ എന്നോട് പറഞ്ഞത് നിങ്ങൾ ബാലയ്ക്കും നാടകത്തിനും മേക്കപ്പ് ചെയ്യുന്നതാണ്, സിനിമ ചെയ്തിട്ടില്ല, സിനിമയിലെ ചെയ്യാൻ നിങ്ങൾ കള്ളം പറയുന്ന ആളാണ് എന്നല്ലേ അതിന്റെ അർത്ഥം? അങ്ങനെ നിങ്ങൾ പറയുന്ന ഒരാളെ നേരിട്ട് കാണാതെ പറയുന്നത് സത്യമാണോ കള്ളമാണോ നിങ്ങൾ വിചാരിക്കരുത്. ഈ പ്രതിഭ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ സാധനത്തില് എനിക്ക് കള്ളം പറയുന്ന ആൾക്കാരോട് താല്പര്യമില്ല ബ്രോ. സുഹൃത്തെ, എനിക്ക് നിങ്ങളോട് സിനിമ ചെയ്യണം. എനിക്ക് ചെയ്യണ്ട. ഐ ഡോണ്ട് വാണ്ട്. ഞാൻ നിങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ FB പോസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ
നിങ്ങളുടെ FB പോസ്റ്റ് ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യക്തിത്വം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം സിനിമ ചെയ്തിരിക്കും. എനിക്ക് താല്പര്യമില്ല. ഇതൊരു വെല്ലുവിളിയായിട്ട് എടുത്തോ. നമ്മൾ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ എന്റെ സിനിമ സംവിധാനം ചെയ്തിരിക്കും. എനിക്ക് താല്പര്യമില്ല ബ്രോ. കള്ളം പറയുന്ന ഒരാളുടെ കൂടെ വർക്ക് ഞാൻ പറയണേക്ക് ഇത് കള്ളമാണോ സത്യമാണോ, ആര് കള്ളം പറയുന്നു, ആര് സത്യം പറയുന്നു, ബിഹേവിംഗ് രീതി എന്റെ ഞാൻ പറയുന്നത് കേൾക്കുക. എനിക്ക് നിങ്ങളിപ്പോ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ എന്തുവാ 100 അല്ല 5000 10,000 അല്ലേ നിങ്ങൾ ഇടണ്ടേന്ന് അല്ലേ? അങ്ങനല്ലേ. ഞാനിപ്പോ നിങ്ങളിപ്പോ എന്നോട് പറഞ്ഞ നിങ്ങൾ 1 ലക്ഷം, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 1 ലക്ഷം പറഞ്ഞാൽ ഞാൻ ഇടാൻ പോണ എത്ര ആയിരിക്കും നിങ്ങൾക്ക് അറിയാമോ? 10 ലക്ഷം ആയിരിക്കും ഞാൻ ഇടാൻ പോണത്. കാശിനേക്കാൾ ഞാൻ അങ്ങനെയാണ്. 1 ലക്ഷം പറഞ്ഞാൽ 10 ലക്ഷം ഇടും. അല്ലാണ്ട് 100 പറഞ്ഞാൽ 100 അല്ല ഇടുന്നത് സാറേ. അത് ഇത്തിരി വിഷമമുള്ളതുകൊണ്ട് തന്നെ പറയാണ്. 100 പറഞ്ഞാൽ 100 ഇടുന്ന വ്യക്തിയെ ഞാൻ ജീവിതത്തിൽ ആദ്യം കാണുകയാണ്. പക്ഷെ സാറിനോട് 1 ലക്ഷം പറഞ്ഞാൽ ഞാൻ സാറിന് 10 ലക്ഷം ആയിരിക്കും ഇടാൻ പോകുന്നത്. എനിക്ക് നിങ്ങളോട് സിനിമ ചെയ്യണം. എന്റെ ആഗ്രഹമാണെന്നേ. എന്റെ ആഗ്രഹം ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് നിങ്ങളോട് സിനിമ ചെയ്യണം. അതല്ല സാറേ, അങ്ങനെ സംസാരിക്കല്ലേ സാറേ. ഞാൻ സാറിനോട് സിനിമ ചെയ്തിരിക്കും. എന്റെ തല പോകുന്നതിന് മുമ്പ് എനിക്ക് ആവശ്യമുണ്ട്. എന്റെ ആവശ്യം ഞാൻ ആരോട് പറയണം? എനിക്ക് ആവശ്യമുണ്ട്. നായറയിൽ കയറി പെട്രോൾ അടിച്ചിട്ട് പോയാൽ മതി. ഇവിടെ പറഞ്ഞാട്ടോ, പെട്രോൾ അടിക്കും. എനിക്ക് സിനിമ ചെയ്യണം. എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരെ എനിക്ക് വിശ്വസിക്കാൻ വിശ്വാസം ഇല്ലായ്മയല്ല. എനിക്ക് സാറിന്റെ കൂടെ താൻ എന്നെ എന്റെ പൈസ എന്റെ ഉള്ള കാശ് ഞാൻ എന്ത് ചെയ്യണം? സാറ് പറ, എന്റെ കാശ് ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ കാശ് നിങ്ങൾ എന്തേലും ചെയ്തു. എനിക്ക് സിനിമ ചെയ്യണം. ഞാൻ പറയണ കേക്ക്. എനിക്ക് എന്റെ ഈ കാശ് എനിക്ക് ചെലവാക്കാൻ വഴിയില്ല. നിങ്ങൾ എന്തേലും കൊണ്ട് കാണിക്കും. എനിക്ക് എന്ത് അങ്ങനല്ല സാറേ. സാർ അങ്ങനെ സംസാരിച്ച് നമ്മളൊന്ന് തെറ്റാടവരെഴുതും. ഞാൻ പറയണത് എനിക്ക് എന്റെ കാശ് ചെലവാക്കാൻ ഒരു വഴിയില്ലായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ഫേസ്ബുക്ക് പരിശോധിച്ച് ഓരോരുത്തരും നോക്കും. എന്റെ കയ്യിൽ ലക്ഷക്കണക്കിന് കാശുണ്ട്, ലക്ഷക്കണക്കിന് രൂപയാണ്. എനിക്കിത് ചെലവാക്കിയേ പറ്റുള്ളൂ. എനിക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി അങ്ങനെ അല്ലല്ലോ സാർ. അതെന്റെ ഒരു എന്നെ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ സാറേ. നമ്മൾ നേരിട്ടൊന്ന് മീറ്റ് ചെയ്യാൻ അവസരം ഉണ്ടാക്കി തന്നെ. എനിക്ക് നിങ്ങളുടെ സിനിമ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയോ എനിക്ക് അതിനോട് മേക്കപ്പ് ചെയ്യണം. നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് നിങ്ങളുടെ ആ കാര്യം ആവശ്യമില്ല. സാറേ ഒരു എതിർത്ത് പറയരുതും. ഞാൻ ഇപ്പൊ തന്നെ അക്കൗണ്ടിൽ കാശ് അഡ്വാൻസ് ഇടും. എനിക്ക് നിങ്ങളോട് സിനിമ ചെയ്യണം. എനിക്ക് നിങ്ങളെ ആവശ്യമില്ല. പറയണേക്ക് സാർ. എസ് എന്ന് പറയാതെ ഞാൻ ഫോൺ വെക്കല സാർ. ഓക്കെ എന്ന് പറ. ഒരിക്കലും പറയില്ല എസ് എന്ന്. എനിക്ക് നിങ്ങളെ ആവശ്യമില്ല. കാര്യം നിങ്ങൾ എനിക്ക് ആവശ്യമുണ്ട്. എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങൾ എന്തായാലും എന്നെ പറ്റി ഇത്ര മനസ്സിലാക്കി എടുത്ത സ്ഥിതിക്ക് എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. കാരണം സാറേ 9539679535 എന്ന് പറയുന്ന ആള് ഒരു ഡയറക്ടർ ആണെങ്കിൽ ഇത്രത്തോളം ചിന്താശേഷിയുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എന്റെ കാശ് ചെലവാക്കി നിങ്ങളോട് സിനിമ എടുക്കണം. ദയവ് ചെയ്ത് എന്നെ എതിർക്കരുത്. എന്നെ എതിർക്കരുത്. എന്റെ കൂടെ കൂട്ടാൻ എനിക്ക് താല്പര്യമില്ല. കാര്യം നിങ്ങൾ കള്ളം. ശരി സാർ, ഞാൻ ഫോൺ വെക്കുകയാണ്. ശരി സാർ. ശരി.